ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്, ദെൻ ദ ബാലൻസ് ഈസ് ഡാഷ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ കിട്ടുന്ന ആൻസർ, അതായത് ബാലൻസിനെ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് നോൺ ആസ് ഡെഫിസിറ്റ്. ഇവിടെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെത് ഡെഫിസിറ്റ് എന്നാണ് വരുന്നത്. ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ സർപ്ലസ് വരും അല്ലേ. അപ്പോൾ രണ്ടും ഓർത്തോണം. ഇൻകം സൈഡ് കൂടുതലാണെങ്കിൽ ആൻസർ സർപ്ലസ് ആണ്. ഇൻകം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് ആണ് ആൻസർ, ബാലൻസ് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ഡാഷ്. നമുക്കറിയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അത് വരുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് അസറ്റാണ്. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അസറ്റാണ്. ഇത് ഇൻകം ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ലയബിലിറ്റി. അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഓർക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് അസറ്റാണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ക്രിപ്ഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അസറ്റാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ഡാഷ്. നമുക്കറിയാം അല്ലേ, ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബാലൻസ് ഓഫ് എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഷോസ് ഡാഷ്. എന്താണ് ബാലൻസ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കാണിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ആയിരിക്കും അല്ലേ. സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എപ്പോഴും റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമേ എൻ്റർ ചെയ്യത്തുള്ളൂ. അതേസമയം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ ക്യാപിറ്റൽ നേച്ചറും റവന്യൂ നേച്ചറും എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്യും. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി റവന്യൂ നേച്ചേർഡ് ഐറ്റംസ്. ഓക്കെ.